സംസ്ഥാന സർക്കാരിനെതിരെ സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി. മുസ്ലിങ്ങൾക്കെതിരെ പരാമർശം നടത്തിയ പി.സി. ജോർജിനെ ജയിലിലടയ്ക്കാൻ ചങ്കുറപ്പില്ലെങ്കിൽ പിണറായി സർക്കാർ അധികാരം വിട്ട് പുറത്തുപോകണം. ദ്വയാർത്ഥ പ്രയോഗത്തിന് വ്യവസായിയെ ജയിലിലടയ്ക്കാൻ സർക്കാരിന് വകുപ്പുണ്ടായെന്നും നാസർ ഫൈസി കൂടത്തായി കുറ്റപ്പെടുത്തി. ദ്വയാർത്ഥത്തിൽ ഒരു സിനിമാ നടിയോട് എന്തെങ്കിലും പറഞ്ഞു എന്നതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ ജയിലിലടക്കാൻ നിങ്ങൾക്ക് വകുപ്പുണ്ടെങ്കിൽ രാജ്യത്തെ മുഴുവൻ മുസ്ലിമിന്റെയും മുഖത്ത് നോക്കി വർഗീയവാദി എന്ന് വിളിച്ച പി.സി. ജോർജിനെ ജയിലിലടക്കാൻ നിങ്ങൾക്ക് ചങ്കുറപ്പില്ലെങ്കിൽ അധികാരം വിട്ടുകൊണ്ട് പുറത്തു പോകണമെന്ന് കൂടി ഞങ്ങൾ പിണറായിന്റെ ഗവൺമെന്റിനോട് പറയുകയാണ്. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ഷംസീർ, പോലീസിനെതിരെയും സർക്കാരിനെതിരെയും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പി.സി. ജോർജിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടും അറസ്റ്റിലേക്കോ മറ്റു നടപടികളിലേക്കോ ഒന്നും പോയിട്ടുമില്ല. ഇപ്പോൾ നാസർ ഫൈസി കൂടത്തായിയുടെ കുറ്റപ്പെടുത്തലുകൾ എന്തൊക്കെയാണ്? ചെമ്മാട് ദാറുൽ ഹുദ റൂബി സമ്മേളനത്തിൽ പങ്കെടുക്കവെയാണ് നാസർ ഫൈസി കൂടത്തായി സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. പി.സി. ജോർജ് രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്ന പരാമർശം നടത്തിയിട്ടും അതിൽ കാര്യമായ ഒരു നടപടിയും ഉണ്ടായില്ല എന്നതിലാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള ഒരു വിമർശനം സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. നേരത്തെ പി.സി. ജോർജിനെതിരെ കേസെടുത്തിരുന്നുവെങ്കിലും കലാപാഹാരം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നുവെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. ഇതിനെതിരെയാണ് നാസർ ഫൈസി കൂടത്തായി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത്. പി.സി. ജോർജിനെ ജയിലിലടയ്ക്കാൻ ചങ്കുറപ്പില്ലെങ്കിൽ പിണറായി സർക്കാർ അധികാരം വിട്ട് പുറത്തു പോകണമെന്ന് കടത്തി പറയുകയാണ് നാസർ ഫൈസി കൂടത്തായി. നേരത്തെയും CPM-നെയും സർക്കാരിനെയും ഒക്കെ വിമർശിക്കുന്ന ആളാണ് നാസർ ഫൈസി കൂടത്തായി എങ്കിൽ കൂടി ഈ വിഷയത്തിന്റെ ഗൗരവം കൂടി ഉൾക്കൊണ്ടുകൊണ്ടുകൂടിയാണ് ഈ തരത്തിലുള്ള ഗൗരവതരത്തിലുള്ള വിമർശനം സർക്കാരിനെതിരെ നാസർ ഫൈസി കൂടത്തായി ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ദ്വയാർത്ഥ പ്രയോഗത്തിന് വ്യവസായിയെ ജയിലിലടയ്ക്കാൻ സർക്കാരിന് വകുപ്പുണ്ടായെന്ന് നാസർ ഫൈസി കൂടത്തായി പറയുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് നീതിയാണ് ഇവിടെ നടക്കുന്നത് എന്ന തരത്തിൽ കൂടിയാണ് നാസർ ഫൈസി കൂടത്തായി പറയുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റും ശേഷമുണ്ടായ ജയിലിലേക്ക് പോകുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഈ സംസ്ഥാനത്ത് തന്നെയാണ് നടന്നത്. അതേസമയം തന്നെ ഒരു മതസമൂഹത്തെ ആകെ വിമർശിക്കുന്ന തരത്തിൽ അവരെല്ലാവരും തീവ്രവാദിയാണെന്ന തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിട്ട് അതിൽ ഒരു നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കാത്തതിലാണ് ഈ തരത്തിലുള്ള രൂക്ഷമായ വിമർശനം നാസർ ഫൈസി കൂടത്തായി ഉന്നയിക്കുന്നത്. SYS-ന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് നാസർ ഫൈസി കൂടത്തായി.